അമ്മേ, അമ്മേനോടല്ലേ ഞാൻ ഈ വണ്ടിയിലിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ അത് എടുക്കാൻ വരട്ടെ. നീ ഒന്നും പറയണ്ട, മോർങ്ങോട്. അമ്മേ, ഇത് ആളുകൾ അറിഞ്ഞ നാണക്കേടാണ്, അത് അവിടെ വെക്കുന്നത്. നിനക്ക് ആളുകൾ അറിയണതാണ് അപ്പൊ വിഷമം. ഞാനിവിടെ നിക്കണമല്ലോ. അമ്മക്ക് എന്റെ കൂടെ കുവൈറ്റിൽ വന്നാൽ എന്താ ഒരു കുഴപ്പം? നിന്റെ വീട്ടുപണി എടുക്കാനല്ലോ നീ എന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കണത്. എന്റെ കൊച്ചിനൊന്ന് നോക്കണം, അവളുടെ തുണി അലക്കണം, ആ തറ ഒന്ന് തുടക്കണം. ഇതാണ് ഇപ്പൊ ഇത്ര വലിയ വീട്ടുപണി. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അമ്മായിയമ്മ തള്ള ഉണ്ടല്ലോ, ആ തള്ളേനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോ. അമ്മേ, സൂസി പറയണത് അമ്മയും കൂടി അവിടെ സൂസി നിന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ ഞാൻ ആലോചിക്കണം. പെങ്കോത്തെ അമ്മ, ഇത് വൃദ്ധസദനമാണ്. അമ്മനെ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് ആക്കിയെന്ന് പറഞ്ഞ ആളുകൾ കേട്ട് എന്തോർക്കും? അവിടെ വന്ന് അവളുടെ പണി മുഴുവൻ എടുത്ത് നീ എന്നെ കൊല്ലാൻ കൊണ്ടോടല്ലേ നീ? എടുക്കടാ, പെട്ടി എടുക്കടാ. അന്നാ അമ്മ കുവൈറ്റിലൊക്കെ എന്റെ കൂടെ വരണ്ട, ഈ വൃദ്ധസദനത്തിൽ നിക്കണ്ട. അമ്മ ആ ശീതളമ്മാവില്ല അട്ടപ്പാടിയില, അവിടെ പോയി നിക്ക്. പുള്ളിയാണെ മോളുടെ കല്യാണം കഴിഞ്ഞപ്പോ ഒറ്റയ്ക്കേ ഉള്ളൂ. നീ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. അങ്ങനെ കണ്ടവന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഞാൻ ഇവിടെ സൗകര്യമായിട്ട് നിന്നോളാം, നീ വരാതിരുന്നാ മതി. ഞാനൊന്ന് പറയണ കേക്ക്. നീ ഒരു അക്ഷരം മിണ്ടരുത്. നിന്റെ കെട്ടിയോളുണ്ടല്ലോ അവിടെ വിമാനം തകർന്ന് ചാകുള്ളൂ. എന്ത് വർത്താനാണോ അമ്മ പറഞ്ഞ? ഞാനും എന്റെ മക്കളും ഇല്ലേ വിമാനത്തില്? എന്നാ അവള് ഓടിക്കണ കാറുണ്ടല്ലോ, പൊട്ടിത്തെറിക്കും. അമ്മേ, അമ്മ ഒന്ന് പറയണ കേക്കുന്നു. ഇവിടെ എങ്ങും ആരുമില്ല, ഇതൊക്കെ നിർത്തിപ്പോയിന്ന് തോന്നുന്നു. നിർത്തിപ്പോയിട്ടൊന്നുമില്ല. എന്തെന്നാ അമ്മ ഈ പെട്ടിയിലെടുത്ത് പൂട്ടി വെച്ചേക്കണേ? ഇത് ചുമക്കാൻ പറ്റില്ലല്ലോ ഇത്. അതുപോലെ നിനക്ക് പാടില്ലല്ലോ. നീയാണ് എന്നെ കൊണ്ടുപോയി നോക്കാൻ പോണത്. എന്താ അമ്മ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ആരുമില്ല. നമുക്ക് പോകാം. ഉറങ്ങിയല്ല വിളിക്കങ്ങോട്ട്. ചേട്ടാ, ചേട്ടാ, വന്നു അല്ലേ? വരിക വരിക, നമോ ഭാഗം. ഞാനിവിടെ താമസിക്കാൻ വന്നതാണ്. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ കമ്പ്യൂട്ടറിൽ കൂടെ പൈസയൊക്കെ അയച്ചു. ഓൺലൈൻ. എന്താ പേര്? മണ്ടോദരി. മണ്ടോദരി. എന്റെ പേര് ഉണ്ണി, കാസർഗോഡ്. ഇവിടുത്തെ അന്തേവാസിയായിരുന്നു, പക്ഷെ ഇപ്പൊ മാനേജറാണ്. മേഡത്തിനെ വിളിക്കാം. മേഡം, ഇന്നലെ വിളിച്ച മണ്ടോദരി എന്ന കുട്ടി വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമല്ലേ? ശരി മേഡം, ഇപ്പൊ വരും. മകനാണല്ലേ? അതെ അതെ, മനസ്സിലായി. അമ്മയുടെ നിർബന്ധം കൊണ്ടാണ്, അല്ലാതെ ഉപേക്ഷിച്ചൊന്നും പോയല്ല. എല്ലാരും സ്വന്തം ഇഷ്ടത്തിനാണ് വരുന്നത്, ആരും കൊണ്ടാക്കുന്നതല്ല. അയ്യോ സ്വാമി, അല്ല, ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യണത്. അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്ത് ചെയ്തിട്ട് അമ്മ വരണില്ല. എന്റെ ഭാര്യയായിട്ട് അമ്മ ചേരൂല, നല്ല വഴക്കാ. ഒരു കുഴപ്പമില്ല, ഇതുപോലത്തെ 16 കേസ് ഇടിയുണ്ട്. ഇവരാണോ ഉണ്ണി പറഞ്ഞ മണ്ടോദരി മേഡം? രമ്മേണ് വേണം, പൊന്നുപോലെ നോക്കണം. അച്ഛൻ പോയതിനു ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മേനെ വളർത്തുന്നത്. മിസ്റ്റർ പേരെന്താന്നാ പറഞ്ഞ? പാരിജാതൻ. മിസ്റ്റർ പാരിജാതൻ, നിങ്ങളുടെ അമ്മയ്ക്ക് ഇവിടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. കൂടാണ്ട് ഇവരെ നോക്കാൻ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്. വീട്ടിലേക്കാളും പരമസുഖത്തിൽ ഇവർക്ക് ഇവിടെ ജീവിക്കാം. പിന്നെ അപ്പുറത്തെ ബ്ലോക്കില് ഒരു 40 പേര് കാണും. പാരിജാതന്റെ അമ്മയല്ലേ? ഓക്കെ, നല്ല കുടുംബത്തിലേക്ക് തോന്നുന്നുണ്ട്. തറവാട്ട് പറഞ്ഞ കുട്ടിയാണെന്ന് തോന്നുന്നു. മക്കള് മോൻ ഒഴിവാക്കിയതാണ്, മോനാണ് കൊണ്ടാക്കിയത് കണ്ടില്ലേ. പാരിജാതൻ ഭാര്യയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കൂ. നീ ചെല്ല് പോ. നീ എനിക്കറിയൊന്നും വേണ്ട, നീ പോയി മോനെ നല്ലോണം വളർത്ത് കേട്ടാ.
വിളിച്ചാ മതി. അമ്മയ്ക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവരൊക്കെ ഉണ്ടല്ലോ. സുഖമായിട്ടിരിക്കട്ടെ, പോയിട്ട്. നിങ്ങള് ഓർമ്മയ്ക്ക് വേണ്ടി ഈ മോതിരം എനിക്ക് തരൂ. ഇത് മുടി വെള്ളു പോ. ചെല്ലടാ. എങ്കിൽ അമ്മ വരൂ. ഇവിടെ ഉള്ള എല്ലാരും പരിചയപ്പെടുത്താം. വരൂ. പേടിക്കണ്ട, സന്തോഷല്ലേ, ഒരുപാട് ആളുണ്ട്. ആ തിന്നണ്ട സാധനം കൊണ്ടുവന്നിട്ടുണ്ടാ? ഇല്ല, പഴയ സാധനം എനിക്കൊരു കനോണ്ടല്ല. പുതിയതൊന്നും ഉണ്ടാവില്ല അല്ലല്ലോ അല്ലേ? വാ വാ. ആ പേടിക്കാൻ നല്ല ആൾക്കാരുണ്ട്, സ്നേഹമുണ്ട്. വാ വാ. അയ്യോ പാവം. എന്താ പരിപാടി? ഞാന് യോഗയെ കുറിച്ച് വായിക്കുമായിരുന്നു. ഈ നടുവേദന മാറാൻ എന്തെങ്കിലും യോഗ ഉണ്ടോ നോക്കാനാ. ഒരു നടുവേദനയാ. നമുക്ക് പുതിയൊരു അതിഥിയും കൂടി ഉണ്ട്. ആണോ? എവിടെ? ഇതാ വരൂ വരൂ വരൂ. ഇത് ഞങ്ങളുടെ ഹാപ്പി മാഡം. ഹാപ്പി പേരില് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി ഫുൾ ടൈം ആള് ദുഃഖ. എന്താണെന്ന് ഞങ്ങക്ക് അറിഞ്ഞൂടാ. ഇത് മണ്ടോദരി അമ്മ. ഇനി നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടാവും. ആ നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നോ? വാ എല്ലാരും വാ. ഇത് മണ്ടോദരി അമ്മ. അപ്പൊ നിങ്ങള് ഈ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കണം. മണ്ടോദരി അമ്മയ്ക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി കൊടുക്കണം എല്ലാവർക്കും. അപ്പൊ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും കൂടി പരിചയപ്പെട്ടോളൂ. ഉണ്ണി വരൂ. സ്വന്തം വീടും വീട്ടുകാരെന്ന് കരുതിയാൽ മതി, എല്ലാ സ്വന്തക്കാരെ വിചാരിച്ചാൽ മതി അല്ലേ? നല്ലോണം സന്തോഷിപ്പിക്കണം, ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ഇങ്ങനെ ആടെ കൊടുക്കണ്ട. നിങ്ങളുടെ നാടെവിടെയാ? കുമ്പളം. കുമ്പളത്താ? കുമ്പളത്തെ എവിടെ കൂട്ടർ വീട്? കുട്ടിയോ? നമ്മളെ പ്രായണ്ട്. എവിടെ? ക്ഷേത്രത്തിന്റെ അടുത്താ. ക്ഷേത്രത്തിന്റെ അടുത്താണ്. ആ ക്ഷേത്രത്തിലൊക്കെ പഴയ വെളിച്ചപ്പാടേനി, സത്യശീലം വെളിച്ചപ്പാട്. ആണോ? അതെ അതെ അതെ. ഇപ്പൊ പാട് മാത്രമേ ഉള്ളൂ, വെളിച്ചമൊക്കെ പോയി. അതിപ്പോ ആ കാലത്തൊക്കെ അങ്ങനെ നടന്നു. പിന്നെ കുറച്ച് മന്ത്രവാദവും കുറച്ച് ജ്യോതിഷവും. ഇപ്പൊ കാര്യം പറഞ്ഞൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് എത്ര കുട്ടികളാ? ഒന്നേ ഉള്ളു. മോനാ? ഓ, ദുബായിലാന്ന് തോന്നുന്നല്ലേ? കുവൈറ്റില. ആടത്ര ശരിയില്ലാന്ന് തോന്നുന്നു. ഒന്നും പറയണ്ട. അവന്റെ കല്യാണം എന്ന് കഴിഞ്ഞോ അന്ന് തുടങ്ങിയതാ. അവന് വേറെ ഒരു ജാതിയിലെ പെണ്ണിനെ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ അത് നടത്തി. അത് ചെയ്യാൻ പാടില്ലേ? അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതെ, ആ പെണ്ണ് എന്ന് വന്ന് കേറിയോ അന്ന് തുടങ്ങി എന്റെ ദുരിതം. കുരുത്തം കേട്ടോറ്റ എവിടെ വന്ന് കേറിയാലും ദുരിതം തന്നെ. അതെ, പെണ്ണല്ലേ വർഗം. അവൾ എന്നെ വീട്ടു ജോലിക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതാ. അപ്പൊ ജോലിയുള്ള കുട്ടിയാണല്ലേ? അവളുടെ ജോലി, എന്റെ വീടും പറമ്പും വിറ്റിട്ട് ഞാൻ അവൾക്ക് കുവൈറ്റില് ജോലി മേടിച്ചു കൊടുത്തു. എന്നിട്ട് അവൾ എന്റെ ചെറുക്കനെയും കൊണ്ടുപോയി. എന്നിട്ട് ഇപ്പൊ ഞാൻ അവളുടെ വീട്ടു ജോലിക്കാരിയായിട്ട് ചെല്ല. വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പൊ എത്രയും? ഭർത്താവൊന്നും മരിച്ചില്ല. അല്ല, 30 ഇടയല്ലേ? ആർക്കറിയാം. അപ്പൊ നിങ്ങളുടെ കൂടെ ഇല്ല? അപ്പൊ എത്ര പറ്റി? അവിടെ കല്ലുകൊത്താൻ വന്ന ഒരു തമിഴത്തി പെണ്ണിന്റെ കൂടെ ഓടിപ്പോയി. അതിപ്പോ എന്താ അങ്ങനെ പറ്റി? ആർക്കറിയാം. എന്തിന്റെ കേടേ നീ? അയാൾക്ക് ഇത്ര നല്ലൊരു പെണ്ണുങ്ങൾ ഇട്ടേച്ച് ഒരു കല്ലുത്തേരന്റെ കൂടെ പോയി. അതങ്ങനെ പറയാൻ പറ്റില്ല. അത് ഓരോരുത്തർക്ക് എങ്ങനെ തോന്നുക പറയാൻ വയ്യല്ലോ. ഇപ്പൊ ഞാൻ തന്നെ എത്രയോ മന്ത്രവാദത്തിന് പോയി. മന്ത്രവാദം ചെയ്തോണ്ട് പോ പെൺകുട്ടികള് അത് കഴിയുമ്പോ എന്റെ കൂടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി തയ്യാറായിട്ട് ഞാൻ പറയാം അരുത് വരരുത് എന്ന് പറഞ്ഞ് തടുത്താണ് നിർത്തുന്നത്. അവസാനം ഞാൻ ഒരാൾക്ക് കൈ കാണിച്ചു, അതിന്റെ കൂടെ അങ്ങോട്ട് പോന്നു. അന്ന് തുടങ്ങി എന്റെ ദുരിതവും കഷ്ടക്കാരും. ചാത്തൻ, മറുത, കരിങ്കുട്ടി, പറക്കുട്ടി ഈ ജാതി ആളുകളൊക്കെ വരച്ച വരയിലാണ് നിർത്തും.
പക്ഷെ ഇവളെ വരച്ച വരയിൽ നിർത്താനുള്ള മന്ത്രിക്കാറുണ്ടാ. എന്നിട്ട് ഇത് പറയാം കേക്കട്ടെ. എന്നിട്ടെന്താ അവസാനം ഇവിടെ എത്തി. മണ്ടോദരി അമ്മ ഇനി ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? നമ്മളെ പോലെ വയസ്സും പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാ. ഞാൻ നോക്കി, ഇവിടെയുള്ള ഓരോരുത്തർക്കും ഓരോരോ കഥകളുണ്ട്. മണ്ടോദരമ്മേ, ഈ ഹാപ്പി മാടുണ്ടല്ലോ, ഇപ്പോഴാണോ ഒന്നിങ്ങനെ വർത്താനം പറയണമൊക്കെ കാണും. ഏതു നേരം നിശബ്ദ. നല്ല കടാകടിയന്മാരായിട്ടുള്ള 3 മക്കളുണ്ട്. അവരെയൊക്കെ പഠിപ്പിച്ച് നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ആക്കി കഴിഞ്ഞ് ജോലി കിട്ടുമ്പോൾ അവരെ കഴിക്കാൻ പോയി. പിന്നെ അങ്ങനെ ഒരു സാധനത്തിനെ കൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ 7 കൊല്ലായിട്ട് ഹാപ്പി മാഡ് ഇവിടെ ഞങ്ങൾ സത്യശീലേട്ടന്റെ കഥ എന്താ? നേരത്തെ പറഞ്ഞ പെണ്ണുങ്ങളെ വരച്ച വരയിൽ നിർത്താൻ പറ്റിയില്ല. 3 മക്കളുണ്ട്, മക്കളെയും വരച്ച വരക്ക് നിർത്താൻ പറ്റിയില്ല. അവസാനം എല്ലാവരും കൂടി ഇവിടെ ഉണ്ട് കൊണ്ടാക്കി. 11 കൊല്ലായിട്ട് ഇപ്പൊ സത്യശീലേട്ടനും ഇവിടെ. നീ സുമേശേട്ടന്റെ കഥ അതിലപ്പറ ഗുരുവായൂരിൽ തൊയാന്ന് പറഞ്ഞോണ്ട് കൊണ്ടായതാ മക്കൾ. എന്നിട്ട് പടിഞ്ഞാറ് നടയിലാണ്ട് ഉപേക്ഷിച്ച് മക്കള് വാട് നോക്കിപ്പോയി. ഇപ്പൊ ഒരു ഇവിടെ എത്തി. ഞമ്മക്ക് പിന്നെ ഇതൊക്കെ മുൻകൂട്ടി കാണാൻ കഴിവുള്ളതുകൊണ്ട് കല്യാണം കഴിച്ചില്ല. അതാണ് ഞമ്മക്ക് കിട്ടിയൊരു ഭാഗ്യം. ഉള്ള കാലം ചങ്ങായിമാരെ കൂടെ ഉസാറായിട്ട് ജീവിച്ച് വയ്യാന്ന് തോന്നിയപ്പോ ഉള്ള കായ് ഇവിടെ കൊണ്ടുകൊട്ട് ഇവിടെയാണ്ട് കൂടി. ഇവിടെ ഇപ്പൊ എന്താ സുഖം? സത്യശീലേട്ടനും സുമേട്ടനും ഇതാ ഹാപ്പി മേഡവും പിന്നെ ഉണ്ട് 2 കോയക്കുണ്ട്. മന്മഥൻ അവിടെ തോട്ടത്തിൽ നനയ്ക്കാൻ പോയതാ. അതൊക്കെ ഉണ്ട്. ഞമ്മക്ക് ഇവിടെ ജാതിയും മതം ഒന്നുമില്ല, സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. വിഷമിക്കുന്നു ആദ്യം അറിഞ്ഞതാ. സുമേഷേട്ടാ ഒരു പാട്ടൊക്കെ പാടി കൊടുക്കി. നമുക്ക് നല്ല പാട്ടുകാരനാ സുമേഷേട്ടൻ, സാറ് പാട്ടുകാരനാ. ഒരു പാട്ടൊക്കെ പാടി കൊടുക്കും. അതെ, പാടട്ടെ. പാട്. എവിടെ നിന്നോ വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനം പാടികൾ നമ്മൾ, വാനം പാടികൾ നമ്മൾ. സന്തോഷിപ്പിക്കാൻ വേണ്ടി പാടാൻ വേണ്ടി നിങ്ങൾ നിലവിളിക്കുക. അവരെ മറന്നിട്ടല്ലേ നമ്മളിവിടെ ഹലോ, മന്മഥൻ ചേട്ടന്റെ മകനല്ലേ? ഇത് ഓൾഡ് ഏജ് ഹോം എന്നാണ്. മന്മഥൻ ചേട്ടന്റെ ക്യാഷ് ഇവിടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ലല്ലോ. കൃത്യസമയത്ത് ക്യാഷ് ഇവിടെ എത്തിയിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? പൈസ എത്തിച്ചില്ലെങ്കിൽ ചേട്ടൻ വീട്ടിൽ വന്നിരിക്കും. ശരി, ഓക്കെ. കുളികായ്ക്ക് നല്ല മധുരമുള്ളത്. കൊടുക്ക്. ഗുളിക കഴിക്കൂ. എന്താണ് വാശി കാണിക്കുന്നത്? ഓക്കെ, മധുരം പറ്റൂലാത്ത മനുഷ്യനാ. അതങ്ങനെ നിങ്ങൾ എന്തീ കാണിക്കുന്നേ? ഇതൊന്നും വെറുതെ കിട്ടുന്നല്ല, കാശ് കൊടുത്ത് വാങ്ങുന്നതോ. നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ ഇട്ട് പോയല്ലോ. ഇനി എല്ലാരും കൂടി വരും കുറ്റം പറയാൻ, നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട്. അതെ മാഡം, രാഘവനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടും വഴക്കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പറഞ്ഞ കേൾക്കാത്ത ആളല്ലല്ലോ. ഈ ഒരു സമയത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, മാനസിക പ്രശ്നം കുറച്ച് കൂടുതലാ. അതെ, ഇവിടെ ആഴ്ചക്ക് വരുന്ന ഡോക്ടറെ കാണിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കാണിക്കണോ? പിന്നെ സ്പെഷ്യലിസ്റ്റ് 10-40 ആൾക്കാരുണ്ട് ഇവിടെ. നിങ്ങളുടെ മക്കൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? എന്നിട്ട് ഇപ്പൊ സ്പെഷ്യലിസ്റ്റിനെ കാണട്ടെ. ഇത്രയൊക്കെ സൗകര്യം ഇവിടെ ഉള്ളൂ. ഇതൊക്കെ പറ്റിയെങ്കിൽ ജീവിച്ചാൽ മതി. ഉണ്ണി, അത് മരുന്നുണ്ടോ നോക്കൂ. അപ്പൊ ഈ ഗുളിക എന്നാക്കട്ടെ? അത് താൻ കഴിച്ചോ. അതെ, ഈ സുലോചന മരത്തിന് ഈ അടുത്തായിട്ട് കുറച്ച് കൂടുതലാണ്. രാഘവേട്ടാ, മരുന്ന് കുടിക്കണ്ടേ? മരുന്ന് കുടിക്കാണ്ട് എങ്ങനെ സൂക്കേട് മാറുക? അതെ,
ഗുളിക കഴിക്കണം ഞങ്ങൾ തരട്ടെ. ഒരു സാധനം കഴിക്കൂല, ഗുളിക ഇല്ല, ഭക്ഷണം മൊയ്തോ ആ ഞാനൊരു കാര്യമില്ല, ഒന്നാട് ഒഴിഞ്ഞാലോ? വേണ്ട എന്തേ തങ്ങൾ പറയണത്? വയസ്സ് എമ്പാട് അയാളെ മനുഷ്യൻ, ആ മനുഷ്യനൊന്ന് ഒഴിഞ്ഞാൽ ശരിയാവില്ലെന്ന്. ചേട്ടോ ഈ ആളെ ഒഴിയണ കാര്യമല്ല, ഞാനൊന്നും മന്ത്രിച്ചിട്ടേ ഒന്ന് മൊത്തത്തിലും ഒഴിഞ്ഞു കളഞ്ഞാലോ എന്ന് ആലോചിക്കാം. അല്ല സത്യേട്ടാ, അതിനൊക്കെ പഴയ ഉസാറ് കിട്ടുമോ? പണ്ടൊക്കെ അത് ഏസിന്, ഇപ്പൊ അത് ഏസില്ല. ഇതെന്ത് പറ്റിയതാ? അല്ല പണ്ടൊക്കെ മൂപ്പര് ഊരിയാൽ അത് ഏസിന്, ഇപ്പൊ അങ്ങോട്ട് ഏസിനില്ല. അതല്ല, ഈ രാഘവേട്ടൻ എന്താ പറ്റിയ? രാഘവേട്ടന് ഒരു ആക്സിഡന്റ് പറ്റിയതാ. ഒരു 5-8 വർഷമായി ഉണ്ടാവൂലേ? ആ ആക്സിഡന്റ് പറ്റിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് മക്കളൊക്കെ എത്തിനാടെ. സീരിയസ് എന്ന് പറഞ്ഞപ്പോ മക്കളൊക്കെ ഇട്ടേക്കങ്ങ് പോയി. പിന്നെ ആടുന്നൊക്കെ സുഖേട് ഭേദമായപ്പം ആർക്കോ ചേർന്ന് ഇവിടെ കൊണ്ടാക്കി. അപ്പൊ ഒരേ വർഷമായിട്ട് ഇവിടെയാണ് ഞങ്ങളുള്ളൂ. ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. മരുന്ന് തരട്ടെ? വേണ്ടേ? ഒരു പുതിയ ആളും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. ഒരു മണ്ടോതിരി വന്നിട്ടുണ്ട് ഇവിടെ, കണ്ടോ? തരട്ടെ മരുന്ന്? ഞാൻ മരുന്ന് തരാ. കഴിക്കൂല. ഇതേ സത്യേട്ടാ, നമ്മള് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാണ് വേണ്ടി. അപ്പൊ ഓരിപ്പോ അത് കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ അത് സുഖം മാറണ്ടേ? ഇവിടെ ഗവൺമെന്റിന്റെ ഗ്രാൻഡ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതുവരെ എവിടെ കൊണ്ടൊക്കെയാണത്? വരുമ്പോഴൊക്കെ നല്ല സ്വഭാവ. ഇപ്പൊ രാഘവട്ടം വന്നപ്പോഴും നമ്മൾ വന്നപ്പോഴൊക്കെ പറയുന്ന വർത്താനം കേട്ടാലേ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാർ വരും, നോക്കും, സിസ്റ്റർമാരുണ്ടെന്നൊക്കെ കേൾക്കണം. ആരുമില്ല ഇവിടെ ഒരു ഡോക്ടർ വരുന്നുണ്ട് 2 ആഴ്ച കൂടുമ്പോ. അയാൾ ശരിക്കുള്ള ഡോക്ടറാണോ എന്ന് തന്നെ എനിക്കറിയില്ല. നിന്റെ പഴയ സ്വഭാവത്തിനനുസരിച്ചാണ് കണ്ടല്ലോ ഈ വക പെരുമാറ്റത്തിന് ഉറപ്പായിട്ടും പോയി ചോദിക്കും. എന്തായാലും കാണിച്ചു ചോദിക്കണം. ചോദിക്കാൻ പറ്റില്ല. ഇപ്പൊ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ചോദിച്ചാ നമ്മുടെ കഞ്ചിന് നമ്മൾ തന്നെ മണ്ണ് വാരിയിടണ പോലെ ഉണ്ടാവും. ഇറങ്ങട പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു കൊണ്ടേ എവിടെ പോയി കിടക്കും? ആ ഒരൊറ്റ കാര്യം ആലോചിച്ചിട്ട് ചോദിക്കാതിരിക്കുക. ഇവിടെ ആകുമ്പോഴേ 4 നേരം തിന്നാൻ കിട്ടും. അത് കിട്ടും. പിന്നെ വെയിലും മയം കൊള്ളാണ്ട് ഇതിനകത്ത് കിടക്കുകയും ചെയ്യാം. അതെ, സൂക്കേട് വരാണ്ടൊക്കെ രാഘവേട്ടന്റെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. രാഘവേട്ടാ, ആ ഗുളിക അങ്ങോട്ട് തന്നാലോ? അവര് വായ അങ്ങോട്ട് പൊളിച്ചിട്ടേ അതിലിങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ഗുളിക തരും. എനിക്ക് നല്ലതാണ്ട് കഴിക്കല്ലേ. നമുക്കൊന്ന് പുറത്തു പോയാലോ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാ. കൊണ്ടുപോയി നോക്കാം നമുക്ക്. പോണോ? വണ്ടി പോട്ടെ. ഇതാണ് മൂപ്പർക്ക് ഇഷ്ടം, ഇങ്ങനെ കറങ്ങണം. അവർക്ക് കുട്ടികളമാരി ഇങ്ങനെ കറങ്ങണം. സത്യേട്ടാ, പണ്ട് വന്നതിന് ശേഷേ രാഘവേട്ടൻ ഒരാളണക്കൊക്കെ ഉണ്ട്. നോക്കിയത് രാഘവേട്ടാ, മാങ്ങക്കാലായിക്കണ്. മാങ്ങ പറിക്കട്ടെ? ഒരു മാങ്ങ തള്ളിട്ട് കൊടുക്ക്. എനിക്ക് തോന്നിയായി ഇവിടെ നട്ടാങ്ങിയാണ്. ഒറ്റ വെള്ളം കൊടുത്താൽ ഉറുമ്പുണ്ടായിരുന്നു. ഉറുമ്പുണ്ടാവും. തലക്ക് വീഴല്ലേ? ഒരു അടിയൊക്കെ കൊടുത്താൽ അതല്ലേ.